ഹിമാലയത്തിന്റെ മുകളിൽ നിന്ന് എങ്ങനെയാണ് മീനുകളുടെ ഫോസിൽ ലഭിക്കുന്നത്? മുമ്പ് ഇന്ത്യയുടെയും ഹിമാലയത്തിന്റെയും ഇടയിൽ ഒരു കടലുണ്ടായിരുന്നു, തെത്തിസ് കടൽ. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്നും അകന്ന ഇന്ത്യ വർഷം 18 സെന്റിമീറ്റർ എന്ന സ്പീഡിൽ സഞ്ചരിച്ചാണ് യുറേഷ്യൻ പ്ലേറ്റിൽ വന്ന് ഇടിക്കുന്നത്. ഈ ഇടിയൊക്കെ നടക്കുന്നത് കടലിന്റെ അടിയിലാണെന്ന് ഓർക്കണം. കാരണം ഇന്ത്യൻ പ്ലേറ്റിന്റെ കുറച്ചു ഭാഗം മാത്രമേ കടലിന് വെളിയിൽ ഉയർന്നു നിൽക്കുന്നുള്ളൂ. ഇടിയെ തുടർന്ന് വർഷം 5 സെന്റിമീറ്റർ എന്ന നിസാര വേഗത്തിലാണ് ഇന്ത്യൻ പ്ലേറ്റ് സഞ്ചരിച്ചത്. ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ കടലിന്റെ അടിയിലുള്ള കര മുകളിലേക്ക് ഉയർന്നു വരും. വർഷം ഏതാനും മില്ലിമീറ്റർ മാത്രമായിരിക്കും മണ്ണ് മുകളിലേക്ക് ഉയരുന്നത്. പക്ഷേ ഈ ഉയർച്ച അടുത്ത 5 കോടി വർഷം തുടർന്നപ്പോൾ ഉണ്ടായതാണ് ഹിമാലയം. ഇപ്പോഴും ഇന്ത്യൻ പ്ലേറ്റ് ശരാശരി വർഷം 5 സെന്റിമീറ്റർ വേഗത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഹിമാലയമാവട്ടെ വർഷം 5 മില്ലിമീറ്റർ ഉയരവും വെക്കുന്നുണ്ട്.